എൻ്റെ പേര് സഞ്ജു. ഞാൻ സാൽമയിൽ നിന്നാണ് വരുന്നത്. ഈ അഖണ്ഡ ജപമാല കൂടിയൽ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇത് മൂന്നാമത്തെ അഖണ്ഡ ജപമാലയാണ് ഞാൻ കൂടുന്നത്. ഒരു ഫുൾ ടൈം കൂടിയിട്ടുണ്ട്, ബാക്കി രണ്ട് മണിക്കൂറിൻ്റെ കൂടിയിട്ടുള്ളൂ. എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് ആക്സിലയിൽ എനിക്കൊരു ലിംബ് ഉണ്ടായിരുന്നു. ഒരു 5-6 മാസം മുമ്പാണ് അത് ഞാൻ നോട്ട് ചെയ്തത്. ഒരു ജൂലൈ 26-ാം തീയതി ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഗ്രൂപ്പിനകത്ത് ഈ അഖണ്ഡ ജപമാലയുടെ ജോയിനിങ് ലിങ്ക് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ലിങ്ക് വഴി ജോയിൻ ചെയ്തു. ഞാൻ ബാബുബ്രദറിൽ നിന്ന് പ്രെയർ റിക്വസ്റ്റ് കിട്ടു. 26-ാം തീയതി ബ്രദർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഡോക്ടറോട് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു, പക്ഷേ എനിക്കത് കുറഞ്ഞില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സ്കാൻ അല്ല വേണ്ടത്, മാമോഗ്രാമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജൂലൈ 29-ാം തീയതി ആയിരുന്നു മാമോഗ്രാമിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ അപ്പം ഇതുപോലത്തെ സെയിം ഇത് കിട്ടിയിട്ടുള്ള കുറേ സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തന്നു. കുറേ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. ഒരു പ്രാർത്ഥനയും ചെല്ലാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു. 29-ാം തീയതി എൻ്റെ മാമോഗ്രാമും സ്കാനിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നെ ചെയ്ത ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം എൻ്റെ റിപ്പോർട്ട് എനിക്ക് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമായിട്ടും ഞാനന്ന് ഓഫാണ്, റിപ്പോർട്ട് ഇഷ്യൂ ആകുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്ന തൊട്ട് ബേസ്മെൻറ്റിലാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ അവർ വഴി ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഞാൻ റിപ്പോർട്ട് ഇപ്പോൾ ഇഷ്യൂ ചെയ്യില്ല, ലെറ്റ് ഡു MRI എന്ന് പറഞ്ഞു. MRI ബ്രസ്റ്റ് വിത്ത് കോൺട്രാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി. കാരണം നമ്മൾ നേഴ്സ് നമുക്കറിയാം MRI ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫർമേഷന് വേണ്ടി ആയിരിക്കും എന്നെനിക്ക് തോന്നി. അത് ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. ബ്രദർ പറഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എന്തോ എനിക്കൊരു ധൈര്യം കിട്ടി, എനിക്കിത് നോർമൽ ആകുമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ബ്രദറിനോട് പറഞ്ഞു MRI റിപ്പോർട്ടുമായിട്ട് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ഓഗസ്റ്റ് 25-ാം തീയതി ആയിരുന്നു എൻ്റെ MRIയുടെ അപ്പോയിൻമെൻറ്റ്. അന്ന് എനിക്ക് MRI ഉച്ചകഴിഞ്ഞായിരുന്നു. MRIക്ക് ഏകദേശം 1 മണിക്കൂർ അടുത്ത് കിടക്കണം. നേരെയല്ല, MRI കമന്ന് അനങ്ങാതെ കിടക്കണമായിരുന്നു. ആ 1 മണിക്കൂറും ഞാൻ ബ്രദർ പറഞ്ഞു തന്ന ആ ഒരു പ്രാർത്ഥന, യേശു കർത്താവാണ്, കൃപാസന പ്രസാദന മാതാവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന്. ആ 1 മണിക്കൂർ ഞാനത് ചൊല്ലിക്കൊണ്ട് തന്നെ ആ ടേബിളിൽ കിടന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ റിപ്പോർട്ട് വന്നു. നേരത്തെ ഇഷ്യൂ ചെയ്യാതിരുന്ന മാമോഗ്രാമും MRIയും ദർ ഇസ് നോ എവിഡൻസ് ഓഫ് മാലിഗ്നൻസി, ഒരു മാലിഗ്നൻസി ഇല്ല, നോർമൽ റിപ്പോർട്ടായിട്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നു. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ബ്രദറിനത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ബയോപ്സിയുടെ ആവശ്യമില്ല, അത് തന്നെ പൊക്കോളും, അത് ജസ്റ്റ് ഒരു ലിംബിനോട് മാത്രമാണ്, FNAC ചെയ്യണ്ട എന്ന് പറഞ്ഞു. പിന്നെ എനിക്കിത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഉടമ്പടി എടുക്കുന്ന ആളാണ്. ഉടമ്പടി വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃപാസനത്ത് ആൾക്കാരെ പോയി കുറേ സാക്ഷ്യം പറയാനുണ്ട്. അഖണ്ഡ ജപമാല കിട്ടിയ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയത് ഈ അഖണ്ഡ ജപമാല കൂടിയതിനു ശേഷം എനിക്ക് പണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മസ്റ്റായിട്ട് ഞാൻ പള്ളിയിൽ പോകും, കുർബാന കൂടും. ഞാൻ സാൽമയിലാണ്, ഞങ്ങളുടെ വീട് അതിനടുത്താണ് താനും. ഇതിൽ ജപമാല ഞാൻ റീസെൻ്റായിട്ടാണ് വന്ന് കൂടിയതിനു ശേഷം ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ദിവസവും ഈവനിങ് ഡ്യൂട്ടിയാണെങ്കിൽ ഞാൻ രാവിലെ പള്ളിയിൽ പോകും, മോർണിംഗ് ആണെങ്കിൽ ഞാൻ വൈകിട്ട് പോകും, നൈറ്റ് ആണെങ്കിൽ ഞാൻ വൈകിട്ട് പോകും. ഇംഗ്ലീഷ് കുർബാന, മലയാളം ഏതെങ്കിലും ഒരു കുർബാന ഞാൻ അറ്റൻഡ് ചെയ്യും. കഴിവതും എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഒരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു, എൻ്റെ മാതാവ് തന്നു, എൻ്റെ തിരുക്കുമാരനും തന്നു. പിന്നീട് ഒരു കൊന്തി ഞാൻ ചെല്ലുകൊള്ളായിരുന്നു. ഒരു കൊന്തി ചെല്ലുമ്പോൾ അത് മതിയൊന്നും ആയല്ലോ എന്നൊരു വിധ ചിന്തയായിരുന്നു പണ്ട് മുതലേ എനിക്ക്. ഇപ്പോൾ അതിൽ കൂടുതൽ ജപമാല ചെല്ലാനുള്ള അനുഗ്രഹവും എൻ്റെ മാതാവ് എനിക്ക് തന്നു. ഇത്രയും ഞാൻ എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നതിന് 1000 നന്ദി ഞാൻ പറയുന്നു.